കോടശ്ശേരി പഞ്ചായത്തിൽ UDF ഹർത്താൽ പൂർണ്ണം. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണപക്ഷാംഗങ്ങളെ LDF അംഗങ്ങൾ മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു ഹർത്താൽ. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാൻ ആക്രമിച്ചു. റിസോർട്ടിന്റെ മതിൽ തകർത്താണ് ആന അകത്ത് കടന്നത്. മുള്ളൂർക്കര നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. മണ്ണ് പരിശോധന നടന്നു. 1 വർഷത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കി മേൽപ്പാല നിർമ്മാണം ആരംഭിക്കും. അഴീക്കോട് നിരോധനം മറികടന്ന് അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ 500 കിലോ ചെറു മത്സ്യങ്ങളെ പുറംകടലിൽ നിക്ഷേപിച്ചു. തിരുവത്ര പുത്തൻ കടപ്പുറത്ത് വീടിന് നേരെ ആക്രമണം. ചിങ്ങനാത്ത് അബ്ദുള്ള മോന്റെ വീടാണ് അജ്ഞാതർ ആക്രമിച്ചത്. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞു കയറി 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണപക്ഷ അംഗങ്ങളെ LDF അംഗങ്ങൾ മർദ്ദിച്ചുവെന്നാരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിൽ UDF ഹർത്താൽ ആചരിച്ചു. ചെട്ടിക്കുളത്തും കുറ്റിച്ചിറയിലും UDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഹരിതകർമ്മസേന തെരഞ്ഞെടുപ്പ് ഭരണപക്ഷം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് LDF പ്രവർത്തകരും പ്രകടനം നടത്തി. ഹർത്താലിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ബസ്സുകളും സർവീസ് നടത്തിയില്ല. ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചെട്ടിക്കുളത്തെ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലും വെള്ളിക്കുളങ്ങര പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലായിരുന്നു കയ്യാങ്കളി നടന്നത്. കഴിഞ്ഞ ജൂൺ 26 നടന്ന ഹരിതകർമ്മസേന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ സമിതിയെ പിരിച്ചുവിടുന്ന പ്രമേയം അവതരിപ്പിച്ചതാണ് LDF അംഗങ്ങളെ ചൊടിപ്പിച്ചത്. യോഗം ബഹിഷ്കരിച്ച LDF അംഗങ്ങൾ പഞ്ചായത്ത് കാര്യാലയം ഉപരോധിച്ചു. ഇതിനിടെ പുറത്തേക്ക് വന്ന ഭരണസമിതി അംഗങ്ങളും LDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ ചെയർപേഴ്സണെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. CPI തൃശൂർ ജില്ലാ കൌൺസിൽ അംഗം CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LDF നഗരസഭാ കമ്മിറ്റി കൺവീനർ KR ജൈത്രൻ, NCP നേതാവ് വേണു വെണ്ണറ, PP സുഭാഷ്, KS കൈസാബ്, TP പ്രഭേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. LDFന്റെയും BJPയുടെയും നേതാക്കളും നഗരസഭാ കൌൺസിലർമാരും ഉൾപ്പെടെയുള്ള കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാൻ ആക്രമിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ റിസോർട്ടിന്റെ മതിൽ തകർത്താണ് ആന അകത്ത് കടന്നത്. റിസോർട്ടിൽ താമസിച്ചിരുന്ന എറണാകുളത്തെ ഗ്രീൻലാൻഡ് ട്രാവൽസ് ഉടമയുടെയും മലപ്പുറം സ്വദേശിയുടെയും കാറുകളാണ് ആന തകർത്തത്. റിസോർട്ടിന്റെ പൈപ്പ് പൊളിച്ചെടുത്ത് കാറിലേക്കിടുകയും ചെയ്തു. അകത്തുണ്ടായിരുന്ന ജീവനക്കാരും മറ്റും ബഹളം വെച്ചതിനെ തുടർന്ന് പിന്നീട് ആന തിരിച്ചുപോയി. മുള്ളൂർക്കര നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തിയായ മണ്ണ് പരിശോധന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്നു. KRDCL റെയിൽവേ ഓവർബ്രിഡ്ജ് സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. 1 വർഷത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കി 15 മാസത്തിനകം പാലം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. K രാധാകൃഷ്ണൻ MP, UR പ്രദീപ് MLA, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശശികല സുബ്രഹ്മണ്യൻ, ഷാദിയ അമീർ, പ്രതിഭ മനോജ്, പഞ്ചായത്ത് അംഗം MP കുഞ്ഞിക്കോയ തങ്ങൾ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. അഴീക്കോട് നിരോധനം മറികടന്ന് അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. അഴീക്കോട് സ്വദേശി കുറ്റിക്കാട്ട് ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള ത്വയ്ബ എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പരിശോധനയിൽ വള്ളത്തിന് രജിസ്ട്രേഷനും ലൈസൻസുമില്ലെന്ന് കണ്ടെത്തി. 14 സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള 500 കിലോ അയലക്കുഞ്ഞുങ്ങളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പുറംകടലിൽ നിക്ഷേപിച്ചു. വള്ളം ഉടമയിൽ നിന്ന് 23,000 രൂപ പിഴ ഈടാക്കി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ C സീമയുടെ നേതൃത്വത്തിൽ AFEO
സംന ഗോപൻ, FO സഹന ഡോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വള്ളം പിടികൂടിയത്. തിരുവത്രയിൽ വീടിന് നേരെ ആക്രമണം. തിരുവത്ര പുത്തൻ കടപ്പുറം AC പടിക്ക് കിഴക്ക് ചിങ്ങനാത്ത് അബ്ദുള്ള മോന്റെ വീടിന് നേരെയാണ് അജ്ഞാതരുടെ ആക്രമണം നടന്നത്. ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തേക്കെത്തിയപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞു കയറി 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൃപ്പൂണിത്തുറ ഇരുമ്പനം സ്വദേശിനികളായ കറച്ചുള്ളിയിൽ രാജലക്ഷ്മി, തച്ചേത്ത് ശാന്ത എന്നിവർക്കാണ് പരിക്കേറ്റത്. കൈരളി ജംഗ്ഷനിലായിരുന്നു അപകടം. പടിഞ്ഞാറേ നടയിൽ നിന്ന് വരികയായിരുന്ന കാർ കൈരളി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ച് നടപ്പാതയിലൂടെ കയറി സ്വകാര്യ വ്യക്തിയുടെ മതിലിടിച്ച് തകർക്കുകയായിരുന്നു. മമ്മിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടപ്പാതയിലൂടെ പോവുകയായിരുന്നു പരിക്കേറ്റവർ. ഇവരുടെ കൂടെയുണ്ടായിരുന്ന തൃപ്പൂണിത്തുറ സ്വദേശിനി പത്മാവതി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ വരുന്നത് കണ്ട് ഓടിമാറിയതിനാൽ സ്കൂൾ കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലത്തോട്ട് തിരിയാനുള്ള ശ്രമത്തിനിടെ എതിരെ വാഹനം വന്നതിനെ തുടർന്ന് പരിഭ്രമിച്ച് ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് കാർ ഡ്രൈവർ പറഞ്ഞു. വരലാശ്ശേരിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. തിരുവില്ലാമല എരവത്തൊടി ചാങ്കോത്തുവിട്ടിൽ വേലായുധൻ മകൻ സുധീന്ദ്രനാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ദേശീയ പണിമുടക്ക് ദിവസം ഒരലാശ്ശേരി ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്നും വീണ് യുവതിക്ക് പരിക്കേറ്റു. ചൊവ്വലൂർപ്പടി സ്വദേശിനിയായ യുവതിക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. പെരുമ്പിലാവിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി മടങ്ങിവരുന്നതിനിടെയാണ് അപകടം. ഗുരുവായൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആദിദേവ് ബസ്സിൽ നിന്നാണ് യുവതി വീണത്. യുവതിയെ നാട്ടുകാർ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിന്റെ എല്ലുകളൊടിഞ്ഞ യുവതിയെ സർജറിക്ക് വിധേയമാക്കി. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കും വിധം സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ദിനംപ്രതി അപകടങ്ങൾ നടക്കുന്ന പന്നിത്തടം സെന്ററിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചെറുമനേങ്ങാട് ആരോപിച്ചു. നമ്മളിപ്പോ ഞാനീ നിൽക്കണതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും ആ കാഴ്ച മറച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ അനുമതികൾ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇതിന് പഞ്ചായത്തോ മറ്റേ ഭരണസമിതിയോ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അധികാരികൾ അതിന് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് എന്തെങ്കിലും അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യുന്നത് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങള് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ അതിന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. മറ്റുള്ള ഈ ഒരു പ്രവർത്തനം എത്രയും വേഗത്തിൽ അത് നിർത്തിവെപ്പിക്കാൻ വേണ്ട നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് എത്രയും വേഗത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ അറിയിക്കാനുള്ളത്. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കൊമ്പടിഞ്ഞാമാക്കലിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതികൾ അറസ്റ്റിലായി. നോർത്ത് പറവൂർ വെടിമറ സ്വദേശി കഞ്ഞിരപ്പറമ്പിൽ അബ്ദുള്ള, പെരുമ്പടഞ്ഞ സ്വദേശി കടുവാപ്പറമ്പിൽ ഗോഡ്ലി എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വാളയാറിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ അനന്തുവിനെ കൊമ്പടിഞ്ഞാമാക്കലിൽ നിന്ന്
സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിൽ എത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ഡിസംബർ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പെരിഞ്ഞനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ ഭണ്ഡാരമാണ് കുത്തി തുറന്നത്. മുൻവശത്ത് വെച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ താഴ് തകർത്താണ് ഉള്ളിലുണ്ടായിരുന്ന പണം കവർന്നത്. ഏകദേശം 2000 രൂപയോളം നഷ്ടപ്പെട്ടതായി പറയുന്നു. 3 വർഷം മുമ്പും ഈ കപ്പേളയിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി തുടരുന്നു. നിലവിൽ 205 പൈലുകളിൽ 195 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. 216 സെഗ്മെന്റ് ബോക്സുകൾ ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത്. ഇതിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും ഫിറ്റിംഗ് നടത്തുകയും ചെയ്യുമെന്ന് ET ടൈസൺ MLA പറഞ്ഞു. 110 ടണ്ണിലേറെ ഭാരമുള്ള കൂറ്റൻ ഗർഡറുകൾ 1200 മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റൽ ബോക്സ് ഗർഡർ ലോഞ്ചിംഗ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും. പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും MLA പറഞ്ഞു. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ ആളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുമനങ്ങാട് നെല്ലിപ്പറമ്പിൽ മമ്മുണ്ണി എന്ന് വിളിക്കുന്ന മരക്കാർ അബ്ദുള്ളയാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാളയിൽ 2 ഇടങ്ങളിൽ റോഡിൽ ചാക്കുകളിലാക്കി തള്ളിയ ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. കോട്ടയ്ക്കൽ വലിയപറമ്പ് റോഡ്, മാള KK റോഡ് എന്നിവിടങ്ങളിലാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ വൻതോതിൽ തള്ളിയിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ഇരു സ്ഥലത്തും ദുർഗന്ധം പരത്തുന്ന നിലയിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മാലിന്യം റോഡിൽ തള്ളിയത് കണ്ടെത്തിയിട്ട് 1 ദിവസം കഴിഞ്ഞിട്ടും നീക്കം ചെയ്യാനോ പോലീസിൽ പരാതി നൽകാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപം. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനിൽ പ്രതാപൻ മാള പോലീസിൽ പരാതി നൽകി. പല പ്രാവശ്യമായിട്ടും ഈ കാറ്ററിംഗ് ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ ഇതേപോലെ മാലിന്യങ്ങൾ തള്ളാറുണ്ട്. ഈ കാര്യത്തിൽ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നാട്ടുകാരെല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് ഇതേപോലെ രാത്രികാലങ്ങളിലാണ് ഇതേപോലെ മാലിന്യങ്ങൾ തള്ളണത്. ഈ മാലിന്യം തെരുവ് നായ്ക്കൾ കഴിക്കുകയും സ്കൂളിൽ പോണ പിള്ളേരുടെ പിന്നാലെ തെരുവ് നായ്ക്കൾ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ട്. രാസവളത്തിന്റെ വില വർധനവിനെതിരെ കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ പ്രസിഡന്റ് CM ബബീഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത്, MV സുരേഷ് ബാബു, കാർത്തിക ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ഓഫീസ് മാർച്ചിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ മോചനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം ചേലക്കര കമ്മിറ്റി വെട്ടിക്കാട്ടിരിയിൽ ധർണ നടത്തി. പ്രവാസി സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി MK ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PT അനിൽ, സെക്രട്ടറി MM ഹനീഫ, ഏരിയ ട്രഷറർ PM ആദം, ഏരിയ കമ്മിറ്റി അംഗം KP നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. രാസവളത്തിന്റെ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾ ആരോപിച്ച് കർഷക സംഘം മാള ഏരിയ കമ്മിറ്റി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ധർണ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, K അരവിന്ദൻ, TK സന്തോഷ്, അസ്മാബി ലത്തീഫ്, PA അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ PA രാജേഷ് R നായർ കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ പരിസരം സന്ദർശിച്ചു. കുടിവെള്ള സംരക്ഷണ സമിതിയുടെ പരാതിയെ തുടർന്നായിരുന്നു സന്ദർശനം. മിനി ഇൻഡസ്ട്രിയിൽ നിന്നും രാസമാലിന്യം സമീപ പ്രദേശങ്ങളിലെ
കുടിവെള്ള സ്രോതസ്സുകളിൽ വ്യാപിക്കുന്നുവെന്നാരോപിച്ച് പ്രദേശവാസികൾ കഴിഞ്ഞ ഒരാഴ്ചയായി എസ്റ്റേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിവരുന്നു. സമരത്തിന്റെ 10ാം ദിവസമായ ബുധനാഴ്ച കൂട്ട ഉപവാസം നടത്തുമെന്നും വ്യാഴാഴ്ച പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുടയിൽ ABVP പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ്, ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിവിധ പാർട്ടികളിൽ നിന്നും BJPയിൽ ചേർന്ന നേതാക്കൾക്ക് ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ ചാലക്കുടിയിൽ നടന്ന യോഗത്തിൽ അംഗത്വം നൽകി. ദളിത് കോൺഗ്രസ് നേതാവ് ശശി, 2020 നേതാവ് ജിനേഷ് കൊല്ലാറ ഉൾപ്പെടെ നിരവധി പേരാണ് BJP ചേർന്നത്. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. സൌത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, SC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ചാവക്കാട് ചേറ്റുവ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് എത്തി നീക്കം ചെയ്തു. ചാവക്കാട് വെൽഫെയർ പാർട്ടി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് റസാഖ് ആലുപ്പടി, വെൽഫെയർ പാർട്ടി ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഒരുമനയൂർ, മുംതാസ് കരീം, സുബൈറ റസാഖ്, നദീറ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉൾപ്പെടെയുള്ള LDF കൌൺസിലർമാർക്ക് നേരെ BJP നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ LDF പ്രതിഷേധ സംഗമം നടത്തി. വടക്കേ നടയിൽ നടന്ന പ്രതിഷേധ സംഗമം CPI ജില്ലാ കൌൺസിൽ അംഗം CC വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, KR ജൈത്രൻ, വേണു വെണ്ണറ, അരുൺ മേനോൻ, PP സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ ബസ് സ്റ്റാൻഡ്, ക്യാപ്റ്റൻ ലക്ഷ്മി, ഷീ സ്റ്റേ ഹോം എന്നിവ ഓണത്തിന് മുമ്പ് ഭാഗികമായി തുറന്നു നൽകാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ വരാനും പോകാനുമുള്ള സൗകര്യം ഏർപ്പെടുത്തും. 1 വർഷത്തിനുള്ളിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ വാർപ്പ് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ താഴത്തെ നില ഓണത്തിന് മുമ്പ് തുറന്നു കൊടുക്കും. ഷീ സ്റ്റേ ഹോമിലെ റെസ്റ്റോറന്റ് ഒഴികെയുള്ള പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്ത് 1.5 വർഷമായിട്ടും ഷീ സ്റ്റേ ഹോം തുറന്നു കൊടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാകാതെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നുവെന്നും ഉദയൻ കുറ്റപ്പെടുത്തി. ഉദ്ഘാടനം തീരുമാനിച്ചതിന് ശേഷം ശക്തമായ മഴയിൽ പെയിന്റിംഗ് അടക്കമുള്ള ജോലികൾ തടസ്സപ്പെട്ടതാണ് തുറന്നുകൊടുക്കാൻ വൈകിയതെന്ന് ചെയർമാൻ പറഞ്ഞു. പടിഞ്ഞാറേ നടയിലെ നഗരസഭാ മിനി മാർക്കറ്റ് കെട്ടിടം ശോചനീയാവസ്ഥയിലാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കെട്ടിടത്തിൽ മരങ്ങൾ വളർന്ന് കാട് പിടിച്ചതിനാൽ വനം വകുപ്പ് ഇവിടെ വനമായി പ്രഖ്യാപിക്കുമെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. ജീവന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ കെട്ടിടം പൊളിക്കണമെന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം പരിശോധിച്ച് അടിയന്തര നടപടിയെടുക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഭേദഗതി വരുത്താൻ കൗൺസിൽ തീരുമാനിച്ചു. TCV ഗുരുവായൂർ. പൊയ്യ പഞ്ചായത്തിലെ പൊതുശ്മശാനത്തിന് ജില്ലാ കളക്ടറുടെ അനുമതിയായി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വിധേയമായി കേരള പഞ്ചായത്ത് രാജ് ചട്ടം അനുസരിച്ചാണ് ജില്ലാ കളക്ടർ അനുമതി നൽകി ഉത്തരവിട്ടത്.
പൊയ്യ പഞ്ചായത്തിലെ പുളിപ്പറമ്പിൽ പൊതുശ്മശാനത്തിനായി 1982 വാങ്ങിയ 98.36 സെന്റ് സ്ഥലത്തിൽ മണ്ണിട്ട് നികത്തി ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ച 20 സെന്റ് സ്ഥലത്താണ് ആധുനിക ശ്മശാനം നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചത്. ഭൂമി തരം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. കൃഷിവകുപ്പിന്റെ അനുമതിക്കു വേണ്ടി സർക്കാർ തലത്തിലുള്ള ഇടപെടൽ വേണ്ടിവന്നു. പൊതുശ്മശാനത്തിനെതിരെ പരാതികൾ ഉണ്ടായിരുന്നതിനാൽ ജില്ലാ പോലീസ് മേധാവി കൂടി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചതോടെ പൊതുശ്മശാനത്തിന് ശിലാസ്ഥാപനം നടത്താനുള്ള ശ്രമത്തിലാണ് പൊയ്യ പഞ്ചായത്ത് അധികൃതർ. ഈ ഭരണസമിതി ഒഴിയുന്നതിന് മുൻപ് നിർമ്മാണം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. ബെന്നി ബെഹനാൻ MP പദ്ധതിക്ക് 2 ഘട്ടങ്ങളിലായി 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് ഡെയ്സി തോമസ് അറിയിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം സോവനീർ പ്രകാശനം നടന്നു. ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി, സോവനീർ കോർഡിനേറ്റർ അണ്ടേക്കാട്ട് വേണുഗോപാലിന് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. PN വൈശാഖ്, പ്രശാന്ത് പുഴങ്കര, സാഹിത്യകാരി ഡോക്ടർ ജയശ്രീ കൃഷ്ണകുട്ടി, ജനറൽ കൺവീനർ PK രാജേഷ്, സോവനീർ എഡിറ്റർ നന്ദകുമാർ എടക്കുന്നി തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ കവല, നായാട്ടുകുണ്ട് എന്നിവിടങ്ങളിൽ വിത്തൂട്ട് പരിപാടി സംഘടിപ്പിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബ്, ജൂനിയർ റെഡ് ക്രോസ് എന്നിവയിലെ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ മണ്ണിൽ ജൈവവളങ്ങൾ ചേർത്ത മിശ്രിതത്തിൽ വിത്ത് വെച്ച് തയ്യാറാക്കിയ വിത്തുണ്ടകൾ വിത്തൂട്ട് പരിപാടിയുടെ ഭാഗമായി വനത്തിൽ നിക്ഷേപിച്ചു. വനജീവികൾക്ക് കാടിനുള്ളിൽ തന്നെ മതിയായ ഭക്ഷണം ലഭ്യമാക്കാനാണ് കാടിനനുയോജ്യമായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ഉൾപ്പെടുത്തിയ വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. നായാട്ടുകുണ്ട് വനപ്രദേശത്ത് നടന്ന വിത്തൂട്ട് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ഈ ഭൂമിയിൽ മനുഷ്യര് മാത്രം എന്നൊരു സംവിധാനം ഒരിക്കലും ഉണ്ടാവില്ല. മനുഷ്യര് മാത്രം മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റില്ല. കാരണം അവിടെ നമുക്ക് എന്താ വേണം? നല്ല വായു വേണം, അല്ലേ? ഫലപുഷ്ടമായിട്ടുള്ള മണ്ണ് വേണം, സൂക്ഷ്മജീവികൾ, ജീവജാലങ്ങൾ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ സർക്കിൾ, നമ്മുടെ ഈ ചെയിൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ടെറിട്ടറി നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലേ? മനുഷ്യൻ്റെതായ രീതിയിലുള്ള ടെറിട്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പത്രങ്ങൾക്ക് വായിക്കാൻ പറ്റും, അല്ലേ? ഓരോ സ്ഥലങ്ങളിലും വന്യജീവികൾ ഇറങ്ങിയിട്ട് നാശങ്ങൾ ഉണ്ടാക്കുന്നു, കൃഷിഭൂമി നശിപ്പിക്കുന്നു, ആളുകളെ ഉപദ്രവിക്കുന്നു, അങ്ങനെ പല പല കാരണങ്ങളും നമ്മൾ വായിക്കാറുണ്ട്. ഇതിനൊക്കെ കാരണങ്ങൾ എന്തായിരിക്കും? വനത്തിൽ അതിൻ്റെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ്. പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ്, മുൻ പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ, മുപ്ലിയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇൻചാർജ് KP സന്തോഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ A രാജേഷ് ജോർജ്, VH അനൂപ്, PT ബൈജു, ജോബി ജോസഫ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PG ആന്റണി, KS ദിബു, VN വിനോദ് കുമാർ, ഐശ്വര്യ വിജയൻ, NV വിനീത്, PS സനു, MC ഷനിത, VU വിദ, വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഫോറസ്റ്റ് വാച്ചർമാർ എന്നിവർ പങ്കെടുത്തു. കവലക്കട്ടി വനഭാഗത്ത് നടന്ന വിത്തൂട്ട് പരിപാടി ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സവിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ്, മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക M മഞ്ജുള, അധ്യാപിക ആദിത്യ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. TCV കൊടകര. വടക്കാഞ്ചേരി ടൗണിൽ കടയുടെ പരസ്യ ബോർഡ് താഴേക്ക് വീണു. നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയുടെ തൊട്ടു മുന്നിലാണ് ബോർഡ് വന്നു വീണത്. തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത്. പല സ്ഥാപനങ്ങളുടെയും ബോർഡുകൾ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്കിൽ ഫുഡ് സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിൽ തീരുമാനപ്രകാരം ആദ്യഘട്ടത്തിൽ ടീ ആൻഡ് സ്നാക്സ്, നാടൻ വിഭവങ്ങൾ തുടങ്ങിയ സ്റ്റാളുകളാണ് തുടങ്ങിയിട്ടുള്ളത്. മുൻ MP TN പ്രതാപൻ, DMC മാനേജർ AT നേന, സൂപ്പർവൈസർ അസ്ഹർ മജീദ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, PS സുൽഫിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിൽ നെൽക്കതിരുകൾ ഒരുങ്ങി. പഴുന്നാന ആലാട്ട് തറവാട്ടുകാരാണ് ഇല്ലം നിറയ്ക്കായി ഇത്തവണയും കതിരുകൾ വിളയിച്ചത്.
ആദ്യ കതിർക്കറ്റകൾ ആനായ്ക്കൽ ചീരംകുളങ്ങര ക്ഷേത്രത്തിലേക്ക്. പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിലെ 4 ഏക്കർ വയലിലാണ് ഇല്ലനിറയ്ക്കുള്ള കതിരുകൾ വിളയിച്ചിട്ടുള്ളത്. ഗുരുവായൂർ, ശബരിമല, ചോറ്റാനിക്കര, വൈക്കം, ഇരിങ്ങാലക്കുട, കൂടൽമാണിക്യം, തൃപ്രയാർ, ആറാട്ടുപുഴ, കൊടുങ്ങല്ലൂർ, തളി, തൃപ്പൂണിത്തുറ, ഏറ്റുമാനൂർ, തിരുനക്കര ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും നിറപുത്തിരിക്ക് കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 135 ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റകൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 60 വർഷം മുൻപാണ് ആലാട്ട് തറവാട്ടുകാർ കാരണവർമാരായ വേലപ്പന്റെയും ഇത്യാമന്റെയും നേതൃത്വത്തിൽ ഇല്ലം നിറയ്ക്ക് കതിർ വിളയിക്കാൻ തുടങ്ങിയത്. അവരുടെ കാലശേഷം പിന്മുറക്കാരായ കൃഷ്ണൻകുട്ടി, ബാബു, രാജൻ, ചന്ദ്രൻ എന്നിവരാണ് കതിരൊരുക്കുന്നത്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും ഇല്ലനിറയ്ക്കായിട്ട് ഈ പഴുന്നാന ചെമ്മന്തട്ട പാടശേഖരത്തിൽപ്പെട്ട പാടത്തു നിന്നാണ് കതിരുകൾ കൊണ്ടുപോകാറ്. ഇപ്രാവശ്യം ക്ഷേത്രങ്ങളിലേക്ക് നല്ല രീതിയിൽ കതിര് കൊടുക്കാനായിട്ട് നല്ല കതിര് വിളഞ്ഞ് നിൽക്കുന്നതിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിനെ ഈശ്വരാനുഗ്രഹം നന്നായിട്ട് നമുക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫസ്റ്റിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായെങ്കിലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് കതിര് കൊടുക്കേണ്ട നേരത്ത് നമുക്ക് കതിര് കൊടുക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. വിഷു കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ വിത്തിറക്കും. 90 ദിവസം കൊണ്ട് കതിരിടുന്ന കനക ഇനത്തിലുള്ള വിത്താണ് ഉപയോഗിക്കുന്നത്. ഓരോ വർഷങ്ങളിലും 4000-ലധികം കതിർക്കറ്റകളാണ് ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ലക്ഷണമൊത്ത കതിരുകൾ ലഭിക്കുമെന്നതിനാലാണ് ഇവിടേക്ക് ആവശ്യക്കാർ എത്തുന്നത്. ഇത്തവണത്തെ ആദ്യ കതിർക്കറ്റ ആനായിക്കൽ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേട്ടറിഞ്ഞു വന്നതാണ്. ഞങ്ങളുടെ നാട്ടിലെ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലനിറയ്ക്ക് വേണ്ടി ഒരു കതിര് അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. ഞങ്ങളുടെ നാട്ടിലും പാടങ്ങളൊക്കെ ഉണ്ട്, ഒരു കതിര് കിട്ടാനില്ല. അപ്പൊ കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. നല്ല കതിര് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കാലങ്ങളായിട്ട് പച്ച കതിരും അതുപോലെ വിളയാത്ത കതിരും ഒക്കെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇപ്പൊ ആലാട്ട് ബാബുവിന്റെ അവിടേക്ക് വന്നിട്ടുള്ളത്. ആലാട്ട് ബാബുവിന്റെ കൃഷിയിടത്തിൽ ചീരക്കുളം ക്ഷേത്രം പ്രസിഡന്റ് KB അശോക് കുമാർ ആദ്യ കതിർ കൊയ്തെടുത്ത് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KS ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ജനവർദ്ധനൻ കല്ലായിയിൽ, ഭാരവാഹികളായ രവീന്ദ്രൻ, സദാശിവൻ, സഞ്ജയ്, ബാജി എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 500-ലധികം ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലനിറയ്ക്കുള്ള കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ്. ഏകദേശം 6 പതിറ്റാണ്ടായി ഇവർ ഈ പുണ്യകർമ്മം തുടർന്നു വരുന്നു. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ലോക റെക്കോർഡിൽ ഇടം പിടിച്ച് 6 വയസ്സുകാരി വാമിക. 12 മിനിറ്റിൽ 386 ജനറൽ നോളജ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാണ് വാമിക വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. നേരത്തെ പല ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള വാമിക ചേറൂർ ഹൈലൈഫ് ഓറഞ്ച് പാർക്കിൽ താമസിക്കുന്ന ഗിരിജൻ ഋത ദമ്പതികളുടെ മകളാണ്. മീൻ വളർത്തൽ കേന്ദ്രത്തിൽ അനധികൃതമായി മീൻ പിടിക്കുന്നത് ചോദ്യം ചെയ്ത ഉടമയെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 7 വർഷം തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നന്ദിക്കര സ്വദേശികളായ തണ്ടാശ്ശേരി വീട്ടിൽ സനീഷ്, സിദ്ധാർത്ഥൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജ് RK രമ ശിക്ഷിച്ചത്. പിഴത്തുക അടച്ചില്ലെങ്കിൽ 4 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു. നന്ദിക്കര മാടായി വീട്ടിൽ ശിവജി, ഭാര്യ സഹോദരൻ സുഭാഷ് എന്നിവരെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 2014 ജൂലൈ 17 രാത്രി 11 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോജി ജോർജ്, അഭിഭാഷകരായ PA ജെയിംസ്, എബിൻ ഗോപുരൻ, സൗമ്യ എന്നിവർ കോടതിയിൽ ഹാജരായി. തൃപ്രയാർ ക്ഷേത്ര മീനൂട്ടുകടവ് പരിസരത്ത് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം CS മണികണ്ഠൻ, മെമ്പർമാരായ സുരേഷ് ഇയാനി, നികിത P രാധാകൃഷ്ണൻ, ഐഷ B അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. കർക്കിടകം 1 മുതൽ 7 വരെ മിണാലൂർ മതമൈത്രി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 7 നടക്കുന്ന കർക്കിടക കഞ്ഞി വിതരണ ഉദ്ഘാടനം MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിക്കും. കൂട്ടായ്മ സെക്രട്ടറി KB പ്രകാശൻ, പ്രസിഡന്റ് ഷെർലി ജോൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി K രാജൻ.
കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നടന്ന പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 262 പേർക്കാണ് പട്ടയം വിതരണം ചെയ്തത്. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോടശ്ശേരി പഞ്ചായത്തിൽ UDF ഹർത്താൽ പൂർണ്ണം. പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണപക്ഷാംഗങ്ങളെ LDF അംഗങ്ങൾ മർദ്ദിച്ചുവെന്നാരോപിച്ചായിരുന്നു ഹർത്താൽ. അതിരപ്പള്ളിയിലെ റിസോർട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ കാട്ടാൻ ആക്രമിച്ചു. റിസോർട്ടിന്റെ മതിൽ തകർത്താണ് ആന അകത്ത് കടന്നത്. മുള്ളൂർക്കര നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു. മണ്ണ് പരിശോധന നടന്നു. 1 വർഷത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കി മേൽപ്പാല നിർമ്മാണം ആരംഭിക്കും. അഴീക്കോട് നിരോധനം മറികടന്ന് അയലക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ 500 കിലോ ചെറു മത്സ്യങ്ങളെ പുറംകടലിൽ നിക്ഷേപിച്ചു. തിരുവത്ര പുത്തൻകടപ്പുറത്ത് വീടിന് നേരെ ആക്രമണം. ചിങ്ങനാത്ത് അബ്ദുള്ള മോന്റെ വീടാണ് അജ്ഞാതർ ആക്രമിച്ചത്. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട കാർ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞു കയറി 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് മുന്നോട്ടെടുത്ത ബസ്സിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്കേറ്റു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.